ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വേൾഡ് ഓഫ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബേബി അഡീനിയം പ്ലാന്റ് എങ്ങനെ റീപോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അഡീനിയം പ്ലാന്റ്സിന് എന്തെല്ലാം കെയറാണ് കൊടുക്കേണ്ടത്, ഏത് ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ വേൾഡ് ഓഫ് ലവ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ. ഇത് നമ്മുടെ വീട്ടിൽ അഡീനിയം പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ള വിത്തിൽ നിന്നും മുളപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ്. അപ്പോൾ ഒരു 6 ലീവ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് റീപോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു തരം പായൽ ഉണങ്ങുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സാണ്. ഈ ഒരു പൗഡറിനോടൊപ്പം നമുക്ക് മണൽ, ചാണകപ്പൊടി, കമ്പോസ്റ്റ് പൊടി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് പകരം നമുക്ക് എംസാൻഡും ഉപയോഗിക്കാം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഈ തൈയിനെ ഈ പോട്ടിൽ നിന്നും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേരൊന്നും കട്ടാവാതെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അഡീനിയം പ്ലാന്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നല്ല ഡ്രെയിനേജ് ആണ്. അപ്പോൾ നമുക്ക് അതിന് സ്യൂട്ടബിൾ ആകുന്നതാണ് മണൽ, അതുപോലെ എംസാൻഡ്, പിന്നെ ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ട് പോലെയുള്ള ആ പൗഡറുകൾ, അതുപോലെ നമ്മുടെ ഈ മരത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അഡീനിയത്തിന് സ്യൂട്ടബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു അഡീനിയം പ്ലാന്റിൻ്റെ വേരൊന്നും മിസ്സാവാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഫംഗിസൈഡിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സാഫാണ് യൂസ് ചെയ്യുന്നത്. സാഫിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷമാണ് ഞാനിത് പ്ലാന്റ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു ഭാഗം വരെയാണ് നമ്മൾ മണ്ണിനടിയിലേക്ക് വെക്കേണ്ടത്. ഈ ഒരു വൈറ്റ് കളർ കാണുന്ന ആ ഒരു ഭാഗം വരെ. ഈ ഒരു രീതിയിൽ നമുക്ക് അഡീനിയം ചെടിയെ പ്ലാന്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മണ്ണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്ലാന്റിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നില്ല. പിന്നെ 2 ദിവസം തണലുള്ള ഭാഗത്ത് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് തന്നെ ഈ അഡീനിയം ചെടിയെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഈ ചെടിക്കൊന്ന് നനച്ചു കൊടുക്കാം. എല്ലാ ദിവസവും നമ്മൾ ഈ അഡീനിയം പ്ലാന്റിനെ നനക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങുന്ന സമയത്ത് മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി. പലപ്പോഴും നമ്മുടെ അഡീനിയം ചെടികൾക്ക് ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ചീഞ്ഞ് പോവുക, അതിൻ്റെ കോഡക്സ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അതിൽ വെള്ളം വറ്റിയെന്ന് കാണുമ്പോൾ മാത്രം നനച്ചു കൊടുക്കുക. 1-2 ദിവസം ഇടവിട്ട് മാത്രം അഡീനിയം ചെടിയെ നനച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഞാൻ പ്ലാന്റ് ചെയ്തിട്ടുള്ള ചെടികളാണിതൊക്കെ. അപ്പോൾ ഏകദേശം ഒരു 60 പോട്ട് ചെടികൾ ഞാൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ കാണിക്കാം. ഏകദേശം അഡീനിയം പ്ലാന്റിന് ഒരു 4-5 മാസം പ്രായമാകുമ്പോഴാണ് ഞാൻ ഫെർട്ടിലൈസർ കൊടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് പൊട്ടാഷാണ്. ഈ പൊട്ടാഷ് ഒരു 5 ഗ്രാം 500 ml വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 5 ചെടിക്ക് വരെ നമുക്ക് ഉപയോഗിക്കാം. ഒരു 100 ml എന്ന രീതിയിൽ ഒരു ചെടിക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ്. ഈ ഒരു രൂപത്തിൽ ഒരു 15 ദിവസം ഇടവിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിക്ക് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്ലവറിങ്ങും ഉണ്ടാവും. ഇത് ലിക്വിഡ് അല്ലാതെ നമുക്ക് ഡ്രൈ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഡക്സിൽ നിന്ന് മാറിയിട്ട് കുറച്ച് പൊട്ടാഷ് ചട്ടിയുടെ ഒരു സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ചെടിയുടെ വലുപ്പം അനുസരിച്ച് വേണം നമ്മൾ പൊട്ടാഷിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാൻ. എന്നിട്ട് 2-3 ദിവസം നന്നായിട്ട് നനച്ചു കൊടുക്കുക. ഈ ഒരു വലിപ്പത്തിലെത്തുന്ന സമയത്ത് നമുക്ക് ഈ പ്ലാന്റിൻ്റെ അഗ്രഭാഗം കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിന് ഒരുപാട് ബ്രാഞ്ചസ് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഈ ചെടിയുടെ ടോപ്പിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള കുറച്ച് ലീഫുകൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സാനിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു ബ്ലേഡോ അല്ലെങ്കിൽ നല്ലൊരു മൂർച്ചയുള്ള കത്തിയോ ഉപയോഗിച്ചിട്ട് ഇതിനെ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഴത്തുള്ളിയോ അല്ലെങ്കിൽ ചെടി നനയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും പറ്റിപ്പിടിച്ച് ചെടിക്ക് ചീച്ചിലൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്കൊരു ക്ലോത്ത് വെച്ച് നന്നായിട്ട് തുടച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മെഴുകുതിരി ഒട്ടിച്ച് ഇതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം.
ഞാൻ കൂടുതലായിട്ടും മെഴുകുതിരി വെച്ച് കവർ ചെയ്ത് കൊടുക്കാറാണ്. നമുക്കിതിന് പകരം സാഫൊക്കെ ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ച് കാലം ഇതിൻ്റെ മുകളിൽ ഈ മെഴുക് ഇങ്ങനെ പറ്റി പിടിച്ച് എടുക്കുമ്പോൾ പെട്ടെന്നൊന്നും ചെടിക്ക് കേട് വരാണ്ട് നിൽക്കും. അതുപോലെ തന്നെ ഏകദേശം പുതിയ ബ്രാഞ്ചസ് വരുന്ന ആ ഒരു സമയം വരെ ഈ ഒരു മെഴുക് ഇതിൻ്റെ മുകളിലുണ്ടാകും. ഇതിന് പകരം നമുക്ക് സാഫും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഒരു 4-5 മാസം പ്രായമാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണിത്. അപ്പോൾ ഇത് ഇപ്പോൾ ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് ബഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ അഡീനിയം പ്ലാന്റ്സിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചെയ്ത് വെച്ചതാണ്. ഇതൊരു 15 ദിവസം കഴിഞ്ഞാലേ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അതുപോലെ മറ്റൊരു ചെടിയിൽ ഞാൻ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ളതാണിത്. ഇത് ഒരു പിങ്ക് ഷെയ്ഡിൽ റെഡ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ താഴ്ന്നും ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലും ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് ഫ്ലവർ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ അഡീനിയം തൈകളിൽ നമുക്ക് നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതുവഴി നമുക്ക് ഡബിൾ കളറിലുള്ള ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ഒരു പ്ലാന്റിൽ തന്നെ 2 കളറ് ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ പ്ലാന്റ്സിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് പുതിയ വീഡിയോയിൽ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.